എനിക്ക് ഒരുപാട് പടം എനിക്ക് ഇമോഷണലി എനിക്ക് ഭയങ്കര ഇതായിട്ട് തോന്നിയിട്ടുള്ള ഒരു പടമായിരുന്നു. നമ്മൾ ഈ പടം റിലീസ് അതുകൊണ്ട് തന്നെയാണ് ഈ സമയത്ത് പെരുന്നാൾ പടമാണ് ആക്ച്വലി അത്. അപ്പൊ നമ്മൾ ഈ ഈദ് റിലീസ് എന്നും പറഞ്ഞ് നമ്മളിപ്പോൾ പടം ചെയ്യുന്നതിന് അങ്ങനെയാണ്. പടം എല്ലാവരും തിയേറ്ററിൽ പോയി കാണണം. അത് വളരെ ഇമോഷണൽ ഒരു സൈച്ചേട്ടനെ നമ്മൾ വേറൊരു സൈച്ചേട്ടനെയാണ് നമ്മൾ ഇതിനകത്ത് കാണുന്നത്. അതിനകത്ത് ആക്ട് ചെയ്തിരിക്കുന്ന എല്ലാവരും അതെ എല്ലാവരും നന്നായി ചെയ്തിട്ടുണ്ട്. തമ്പി നന്നായി ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ഓരോ ആൾക്കാരും അതെ, നമ്മൾ ഓരോ ഡിപ്പാർട്ട്മെന്റും അതെ നന്നായിട്ട് എല്ലാവരും. നല്ല സിനിമയായിരുന്നു. നല്ല സിനിമ, എല്ലാവരും തിയേറ്ററിൽ പോയി കാണണം. വളരെ അടിപൊളിയാണ്. ക്ലൈമാക്സ് അടിപൊളിയാണ്. എന്തായിരുന്നു സൈഡ് ചേട്ടന്റെ ക്യാരക്ടർ പ്രത്യേകിച്ചും ഭയങ്കര അടിപൊളിയാണ്. നമുക്കൊരു കണക്ഷൻ തോന്നുന്ന ക്യാരക്ടറിനോട്. അങ്ങനെ താങ്ക് യു. നല്ലായിരുന്നു. എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണണം കേട്ടോ. താങ്ക് യു. മൂവി ഭയങ്കര ഇഷ്ടപ്പെട്ടു. സന്തോഷം, ഭയങ്കര സന്തോഷം. അതെ, സൈഡ് ചേട്ടനും തന്നെയും എല്ലാവരും ചെറിയ നിമ്നയും അവരൊക്കെ എല്ലാവരും പെർഫോമൻസ് ഭയങ്കര നല്ലതായതുകൊണ്ട് തന്നെ മെയിനായിട്ട് സൈഡ് ചേട്ടന്റെ പെർഫോമൻസ് ആണ് നമ്മളെ കണ്ണു നിറയിക്കുന്നുണ്ട്. നമ്മള് അഭിലാഷിനോടൊപ്പം സഞ്ചരിക്കുന്നുണ്ട് ഫസ്റ്റ് ടു ലാസ്റ്റ്. അത് ഗംഭീരമായിട്ട് വന്നിട്ടുണ്ട്. സ്റ്റോറി ഭയങ്കര ക്യൂട്ട്, ഫീൽ ഗുഡ് ആയിട്ടുള്ള ഒരു മൂവിയാണ്. പ്രണയം, ഇഷ്ടം, കാര്യങ്ങളൊക്കെ തുറന്നു പറയാനുള്ള ഒരു ഇതിന്റെ അത് നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ടെന്ന് വിചാരിക്കും. എനിക്ക് കണക്ട് ആയി. അത് ഓരോരുത്തർക്ക് അനുസരിച്ചാണല്ലോ. എനിക്ക് ഭയങ്കരമായിട്ട് കണക്ട് ആയി. അത് നല്ലപോലെ തന്നെ അത് എന്നെ കണ്ണു നിറയിച്ചു സഹിച്ചെന്റെ പെർഫോമൻസ്. മൂവി അടിപൊളിയായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഭയങ്കര വർക്കായി. എസ്പെഷ്യലി ഇമോഷണൽ സീൻസ് ഒക്കെ ഭയങ്കര സൂപ്പർ ആയിരുന്നു. എല്ലാവരും നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. സൈജേട്ടൻ പ്രത്യേകിച്ച് ഈസ് ഡൺ എ സൂപ്പർ വർക്ക് ആൻഡ് ഡയറക്ഷൻ, DOP, everything was very good. Especially music ഭയങ്കര. പടം ഒരു രക്ഷയില്ല. എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ കൊറേ പറഞ്ഞു. അതായത് പ്രണയത്തിന്റെ വേറൊരു തലമാണ് ഈ സിനിമയിൽ കാണിക്കുന്നത്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് അത്രയും ഭംഗിയായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. പ്രണയം പറയാതെ പോകുന്ന കുറെ ആളുകളുണ്ട്. അത് പ്രണയം മനസ്സിൽ സൂക്ഷിക്കുന്ന കുറെ പേരുണ്ട്. അവർക്ക് ശരിക്കും ഇത് ഭയങ്കരമായിട്ട് ഒരു ഫീലിംഗ് ആണ് ആ പാട്ട്. പിന്നെ അതുപോലെ പാട്ടുകൾ എടുത്തു പറയേണ്ടതാണ്. പാട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് ഓരോ സ്ഥലത്തും അത്രയും ഭംഗിയിലാണ് ആ പാട്ടുകൾ കാണിച്ചിരിക്കുന്നത്. അത് നമുക്ക് ശരിക്കും ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും. ലാസ്റ്റ് ഒരു ക്ലൈമാക്സ് എത്തുമ്പോൾ ശരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പാട്ടിന് ശരിക്കും ഒരു സിനിമയിൽ ഭയങ്കരമായിട്ട് പ്രാധാന്യമുണ്ട്. അതിൻ്റെ ഒരു ക്ലൈമാക്സ് ആണ് എനിക്ക് ഭയങ്കര ടച്ച് ചെയ്തത്. ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഒരു ക്ലൈമാക്സ് ചെയ്തതുകൊണ്ടാണ് ആ സിനിമ ഇത്രയും പ്രേക്ഷകരിൽ എത്തിയതെന്നാണ് ഞാൻ പറയുന്നത്. അപ്പോൾ കുറെ കാലങ്ങൾക്ക് ശേഷം നല്ലൊരു സിനിമ കാണാൻ പറ്റി. അതായത് പ്രണയിക്കുന്നവർക്കും പ്രണയം പറയാതെ പോകുന്നവർക്കും ഒക്കെ പറ്റിയിട്ടുള്ള ഒരു റിലേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു സിനിമയാണ് അഭിലാഷ്. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ പോയിട്ട് സിനിമ കാണും. വളരെ നല്ലൊരു സിനിമയാണ്. എംബ്രാൻ സിനിമ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അതിന്റെ ഇടയിൽ ഈ ഒരു നല്ലൊരു സിനിമ എല്ലാവരും തിയേറ്ററിൽ പോയി കാണണമെന്നാണ് പറയുന്നത്. മൂവി തിയേറ്ററിൽ വന്ന് കാണാം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരുപാട് സന്തോഷം. ഔട്ട്പുട്ട് നന്നായിട്ട് വന്നിട്ടുണ്ട്. എല്ലാവരും കരഞ്ഞിട്ട് ഇറങ്ങുന്നത്. സോ ഹാപ്പി. എല്ലാവർക്കും കുറെ പേര് കരഞ്ഞിട്ട് ഇറങ്ങുന്നു. സോ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. എന്താ പറയാ, തിയേറ്ററിൽ വന്ന് കാണാൻ തന്നെ എനിക്ക് പറയാനുള്ളൂ. അല്ലല്ല, എന്റെ 13ാമത്തെ സിനിമയാണ്. ഇതിന് മുന്നേ എന്റെ പുഴു ഒക്കെ ഉണ്ടായിരുന്നു, ബാലിക്ക്. സോ 13ാമത്തെ സിനിമയാണ്. റൊമാൻറ്റിക് സ്റ്റോറിയാണ്. കണ്ടില്ലേ, മൂവി കണ്ടില്ലേ? കാണും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു പടം. പ്രണയം പറയാതെ പോയവർക്കൊക്കെ ഈ പടം കണ്ടിട്ടെങ്കിലും പ്രണയം പറയാൻ തോന്നട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. പിന്നെ സൈച്ചേട്ടൻ നമ്മൾ ഇതുവരെ കാണാത്തൊരു ടൈപ്പ് ഓഫ് ക്യാരക്ടറാണ്. തന്വി ആണെങ്കിലും നവാസിക്കൊക്കെ ആണെങ്കിലും ഭയങ്കര രസമായിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെടും. എല്ലാവരും ഫാമിലി ആയിട്ടൊക്കെ വന്ന് കാണാൻ പറയുക. എല്ലാവരോടും ഇഷ്ടപ്പെടുവാണെങ്കിൽ മാത്രം നിങ്ങൾ എല്ലാവരോടും റെക്കമെൻഡ് ചെയ്താൽ മതി. ശരി, താങ്ക് യു. തന്വിയൊക്കെ ഭയങ്കര രസമുണ്ടായിരുന്നു. തന്വി എനിക്ക് തോന്നുന്നു കുറെ നാളുകൾക്ക് ശേഷമാണ് ഇങ്ങനത്തെയൊക്കെ ലവ് സ്റ്റോറി കൈൻഡ് ഓഫ് സാധനങ്ങളൊക്കെ നമ്മൾ ഒത്തിരി നാളായിട്ട് കാണുന്നില്ല. രസമായിരുന്നു. മൊത്തത്തിൽ പരിപാടി രസമായിരുന്നു. ഫസ്റ്റ് മൂവിയാണ്. കോമഡി ആയാലും ഒരുപാട് ചിരിച്ചു. അതുപോലെ ലാസ്റ്റില് ഫീൽ ചെയ്ത് കരയാനുള്ള എല്ലാം കറക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. എല്ലാരും തിയേറ്ററിൽ തന്നെ പോയി കാണാം. അതെ, സോ ഹാപ്പി. നല്ല റെസ്പോൺസ് ആയിരുന്നു തിയേറ്ററിന്റെ ഉള്ളില്. ഇനിയിപ്പം നോക്കാം, നമുക്ക് മൗത്ത് പബ്ലിസിറ്റി വഴി ഇനി ബാക്കി ആൾക്കാരൊക്കെ ഇത് മൾട്ടിപ്ലൈ ആവുമോ. ഇപ്പം നമ്മള്
ഈ ഷോയിന് അത്യാവശ്യം ഹൗസ്ഫുൾ ആയിരുന്നു. ഇപ്പൊ നമ്മുടെ തന്നെ സുഹൃത്തുക്കൾ കുറെ പേരുണ്ട്. ഇനി ഇത് മൾട്ടിപ്ലൈ ആവണമല്ലോ, വേറെ സ്ഥലത്തൊക്കെ ഇത് ആൾക്കാർ കയറണം. അപ്പം പ്രതീക്ഷയുണ്ട്. എന്തായാലും നമുക്ക് നോക്കാം എന്താണ് സംഭവിക്കാൻ പോണെന്ന്. താങ്ക് യു. നല്ല ബ്യൂട്ടിഫുൾ മൂവി എന്നൊക്കെ പറയാം. ലൈക്ക് കരയും. നന്നായിട്ട് ചെയ്തിട്ടുണ്ട് എല്ലാവരും. സൈചേട്ടനൊക്കെ നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട്. കുട്ടികള് ചൈൽഡ്ഹുഡ് ഒക്കെ കാണിച്ചിട്ടുള്ള കുട്ടികളൊക്കെ ചൈൽഡ് ആർട്ടിസ്റ്റ് ഒക്കെ ഭയങ്കര രസമായിരുന്നു. എല്ലാവരും നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാവരുടെയും പെർഫോമൻസ് ഭയങ്കര രസമായിരുന്നു. നല്ല സിനിമയാണ്, എന്തായാലും കാണണം. ഉറപ്പായിട്ടും കാണാൻ എല്ലാവർക്കും കണ്ടിരിക്കാൻ പറ്റുന്ന സിനിമയാണ്.